റസൂലുള്ള പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ചു, ഒരിക്കലും പുരുഷന്മാരെ ഒരിക്കലും ടൈറ്റ് ഫിറ്റായ ഡ്രസ്സ് നമ്മൾ ധരിക്കരുത്. 2, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. അപ്പോഴാണ് ചില ആൾക്കാർ വരിക, അതെ നെരിയാണിക്ക് താഴെ ഇറങ്ങുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കിബിറുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. എനിക്ക് വലിയ കിബിറുണ്ട്, നിങ്ങൾ നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കിബിർ നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് കിബിറുമില്ല. കിബിറില്ലാത്ത ഞാൻ നെരിയാണിക്ക് താഴെ ഇട്ട് എന്താ കുഴപ്പം? എന്താ കിബിർ? കിബിറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു, ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. സത്യത്തെ നിരാകരിക്കുക, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക. എന്താ സത്യം? റസൂലുള്ള പറയാ, ഈ കണങ്കാലിൻ്റെയും നെരിയാണിൻ്റെയും ഇടയിൽ വരുന്ന ഡ്രസ്സ് അതൊരു സത്യമാണ്. ആ സത്യത്തെ നിരാകരിച്ചാൽ അവിടെ കിബിർ വന്നു. പിന്നെ ഞാൻ കിബിർ മനസ്സിലുണ്ടോ, എൻ്റെ മുഖത്ത് കിബിറുകൾ കാണുന്നുണ്ടോ എന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കിബിർ വന്നു, സത്യത്തെ നിരാകരിക്കുക വഴി കിബിർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. നെരിയാണിക്ക് ചായമുള്ള വസ്ത്രം അത് നരകത്തിലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇസാറത്തുൽ മുസ്ലിമി ഇലാ നിസ്ഫി സാഖ്. മുസ്ലിമിന്റെ വസ്ത്രം കണങ്കാല് വരെയാണ്, ഇവിടം വരെയാണ്, കണങ്കാല് വരെയാണ് ഒരു മുസ്ലിമിന്റെ ഡ്രസ്സ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ അടുത്ത വാചകം ശ്രദ്ധിക്കണേ, വലാ ഹറജ വലാ ജുനാഹ അലൈഹി, അവന് തെറ്റില്ല, ഫീമാ ബൈന കാന അസ്ഫല മിനൽ കഅബൈൻ. റസൂലുള്ളാഹി പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, അതിന്റെ അപ്പുറത്ത് നെരിയാണിക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഫഫിന്നാർ, അത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ, ഒരാൾ കണങ്കാല് വരെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, കണങ്കാല് വരെ ഉയർത്തിപ്പിടിക്കണം, ഉയർത്തി വെക്കണം. എന്നിട്ടോ ഫഇൻ അബത് ഫഇൻ അബൈത, നിനക്കത് സാധിക്കൂലെങ്കിൽ ഫഇലൽ കഅബൈൻ, നെരിയാണി വരെ നിങ്ങൾക്ക് പോകാം, അതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. അതിന്റെ അപ്പുറത്ത് പോയാൽ വഇയ്യാക ഇസ്ബാലൽ ഇസാർ, അങ്ങനെ ഡ്രസ്സ് താഴ്ത്തി കൊടുക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലു സ്വലാത അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കൂല. ആരുടെ? മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവന്റെ നിസ്കാരം സ്വീകരിക്കൂല. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഭാര്യ, ഭർത്താവിനോട് ഭാര്യ പറയാ, എന്താ നിങ്ങളെ കോലം അല്ലേ? ഭാര്യമാരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ഭാര്യമാരല്ല, മഞ്ചേരിയിലെ ഭാര്യമാരൊക്കെ നല്ല ഭാര്യമാരാണ്. ഭാര്യമാരാണ് നിരുത്സാഹപ്പെടുത്തുന്നത്. ഇന്ന് പാലക്കാട് നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാൻ, ഒരു സഹോദരൻ പറയാ, ഉസ്താദേ താടി വെക്കാൻ സമ്മതിക്കുന്നില്ല, നെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഭാര്യ പറയാണ്, എന്താണ് നിങ്ങളെ കോലം? എന്നിട്ട് ഭാര്യ താരതമ്യം ചെയ്യാൻ, നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ജമീൽ താത്താന്റെ പുതിയാപ്പിളനെ കണ്ടില്ലേ, എന്തു ചൊറുക്ക അയാളെ കാണാന്. അപ്പൊ ഇവളെ പണി മറ്റവരെ നോക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിപ്പോകുന്ന ഭർത്താവിനോട് പറയണം, ഭർത്താവേ ശരിയല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ശേഖരിക്കുന്ന സമ്പത്തുകളെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ, കുറേ സ്വർണം സമ്പാദിച്ചോളി കേട്ടോ, കുറേ വെള്ളി സമ്പാദിച്ചോളി, പറമ്പുണ്ടായിക്കോളി അല്ലേ, എസ്റ്റേറ്റും ഒക്കെ വാങ്ങിക്കോളി എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് ഏതെന്നറിയോ? 3 എണ്ണം. 1, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഹൃദയം, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഹൃദയം. 2, അള്ളാഹനെ ഓർക്കുന്ന നാവ്. 3 എന്താ പറഞ്ഞെന്നറിയോ? വമർഅതുൻ തുഈനുഹു അലാ ഈമാനിഹി, ഈമാനിന്റെ വിഷയത്തിൽ നമ്മളെ സഹായിക്കുന്ന ഭാര്യ. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ഭർത്താവിനോട് കാക്ക ആ ഭാഗം നരകത്തില, കയറ്റി കൊടുക്ക് കാക്ക എന്ന് പറയുന്ന ഭാര്യ. താടി രോമങ്ങൾ വടിച്ചു മാറ്റുന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് കാക്ക എനിക്കൊരു കുഴപ്പമില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്ത, അതവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന ഭാര്യമാർ. താടി ഒന്ന് നീളുമ്പോഴത്തേക്ക് തുടങ്ങും, എന്താ ഇപ്പം നിങ്ങളെ കോലം അല്ലേ? അതോടുകൂടി എന്ത് ചെയ്യും? താടി വെക്കണമെന്ന് വിചാരിച്ച ആ ഒരു നല്ല മനസ്സുണ്ട്, ആ മനസ്സ് ആകെ പതറും. പതറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച എന്നൊരു സംസ്കാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്.